നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഒരു പുരാതന ഗ്രന്ഥം. അതൊരു സംസ്കാരത്തിന്റെ മുഴുവൻ കോഡായി മാറിയ ഒരു കഥ. പക്ഷേ അതവിടെ തീരുന്നില്ല. ആ കോഡിൽ പിന്നീട് വലിയൊരു പിളർപ്പും സംഭവിച്ചു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇങ്ങനെയൊന്ന് ചിന്തിച്ചു തുടങ്ങിയാലോ? ലോകത്തിലെ ഏറ്റവും പഴയ ഗ്രന്ഥങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ഒരു മുഴുവൻ സംസ്കാരത്തിന്റെ സോഴ്സ് കോഡായിരുന്നെങ്കിലോ? ഇന്നത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ. അവരുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ജീവിത രീതികൾ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു അടിസ്ഥാന കോഡ് എങ്ങനെയിരിക്കും? അപ്പോ വേദങ്ങളെ നമുക്ക് ആ രീതിയിലൊന്ന് കാണാൻ ശ്രമിക്കാം. പുരാതന ഭാരത സംസ്കാരത്തിന്റെ അടിസ്ഥാന ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട്. അതിലാണ് അവരുടെ പ്രധാന വിശ്വാസങ്ങളും ആചാരങ്ങളുമൊക്കെയുള്ളത്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, ഏതൊരു സോഫ്റ്റ്വെയറിനും കാലം കഴിയുമ്പോൾ ഒരു അപ്ഡേറ്റ് വേണ്ടിവരും. അതുപോലെ വേദങ്ങൾക്കും ഒരെണ്ണം ആവശ്യമായി വന്നു. പക്ഷെ ആ അപ്ഡേറ്റ് അത്ര സിമ്പിളായിരുന്നില്ല. അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആശയപരമായ പിളർപ്പിലേക്കാണ് നയിച്ചത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. അപ്പോ ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. ഈ സോഴ്സ് കോഡ് ആയിരക്കണക്കിന് വർഷങ്ങൾ, അതും എഴുതിവെക്കുക പോലും ചെയ്യാതെ, എങ്ങനെ ഒരു മാറ്റവും വരാതെ നിലനിന്നു? അതിനവരുപയോഗിച്ചൊരു ടെക്നിക്കുണ്ട്. അത് കേട്ടാൽ നമ്മൾ ഇന്നത്തെ ടെക്നോളജിയെക്കുറിച്ച് സംസാരിക്കുന്നവർ പോലും ഞെട്ടിപ്പോകും. സംഭവം ഇതാണ്. നൂറ്റാണ്ടുകളോളം വേദങ്ങൾ എഴുതുന്നത് വിലക്കിയിരുന്നു. പകരം ശാഖകളെന്ന് വിളിക്കുന്ന ചില കുടുംബങ്ങൾ ഇത് തലമുറകളായി മനഃപ്പാടമാക്കി വെച്ചു. ഇനി തെറ്റുപറ്റാതിരിക്കാനോ? അതിനായിരുന്നു സൂത്രം. അവരത് സാധാരണ പോലെ മാത്രമല്ല ചൊല്ലുന്നത്, മുന്നോട്ടും പിന്നോട്ടും, പിന്നെ പല കോമ്പിനേഷനുകളിലുമൊക്കെ ചൊല്ലിനോക്കും. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഡീസെൻട്രലൈസ്ഡ് ഹ്യൂമൻ ബ്ലോക്ക് ചെയിൻ പോലെ. ആർക്കും എഡിറ്റ് ചെയ്യാനോ മാറ്റം വരുത്താനോ പറ്റാത്തൊരു പെർഫെക്റ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ ഒറിജിനൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തായിരുന്നു എന്ന് നോക്കാം. അതായത് വേദങ്ങളിലെ ഏറ്റവും പഴയ ഗ്രന്ഥമായ ഋഗ്വേദം. അതിലെ പ്രധാന ഹീറോ ആരായിരുന്നുവെന്നും. ഈ ഋഗ്വേദം പ്രധാനമായും അംഗിരസ് എന്നു പറയുന്ന ഒരു വംശത്തിന്റെ സംഭാവനയാണ്. അവർ ഇന്നത്തെ പഞ്ചാബ് റീജിയനിൽ ജീവിച്ചിരുന്നവരാണ്. വെറുതെ ജീവിക്കുകയല്ല, സാഹസികരും യോദ്ധാക്കളുമായിരുന്നു അവർ. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ലോകം, അവരുടെ ചിന്തകൾ ഒക്കെ ആക്ഷൻ, പവർ, പിന്നെ സ്വന്തം ഇച്ഛാശക്തി, ഇതിനൊക്കെ ചുറ്റുമായിരുന്നു. അവരുടെ ഏറ്റവും വലിയ ഹീറോ അല്ലെങ്കിൽ പ്രധാന ദൈവം ഇന്ദ്രനായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ ശാന്തനായി ധ്യാനിച്ചിരിക്കുന്ന ഒരു ദൈവമൊന്നും ആയിരുന്നില്ല ഇന്ദ്രൻ. അവനൊരു യോദ്ധാവായ രാജാവാണ്. ഭയങ്കര പവർഫുള്ളാണ്, എടുത്തുചാട്ടക്കാരനാണ്, ചിലപ്പോൾ നല്ല വയലന്റ് പോലുമാണ്. എന്നിട്ടും ആൾക്കാർ ഇന്ദ്രനെ ആരാധിച്ചു. എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രൻ വിചാരിച്ച കാര്യം നടത്തിക്കൊടുക്കും. യുദ്ധം ജയിക്കണോ? ശക്തി വേണോ? ഇന്ദ്രൻ സഹായിക്കും. ഇത് തന്നെ മതി ആ സമൂഹത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടാൻ. പക്ഷെ കഥ ഇവിടെ മാറുകയാണ്. കാരണം സംസ്കാരങ്ങൾ എപ്പോഴും ഒരേപോലെ നിൽക്കില്ലല്ലോ. സമൂഹത്തിൽ വലിയ ചില മാറ്റങ്ങൾ വന്നു. അതോടെ ഈ ഒറിജിനൽ കോഡിനൊരു അപ്ഡേറ്റ് അത്യാവശ്യമായി. പക്ഷെ അതോടൊപ്പം തന്നെ വേറൊരു എതിരാളി കൂടും ഉയർന്നു വരാൻ തുടങ്ങി. എന്താണ് ആ മാറ്റമെന്നല്ലേ? ആളുകൾ പഞ്ചാബിലെ നാടോടി ജീവിതം വിട്ട് കിഴക്കോട്ട് നീങ്ങാൻ തുടങ്ങി, ഗംഗാ സമതലങ്ങളിലേക്ക്. അവിടെ എത്തി അവർ കൃഷി തുടങ്ങി, സ്ഥിരമായി ഒരിടത്ത് താമസിക്കാൻ തുടങ്ങി. അപ്പോൾ ജീവിതം മൊത്തത്തിലും മാറി. പുതിയൊരു ലൈഫ് സ്റ്റൈൽ, അതിന് പുതിയ നിയമങ്ങൾ വേണം, ഒരു സ്ട്രക്ചർ വേണം, സ്റ്റെബിലിറ്റി വേണം, ഒരു ഓർഡർ വേണം. ഈ ഒരു മാറ്റമാണ് രണ്ട് തരം കോഡുകളുണ്ടാക്കിയത്. ഒന്ന് യജുർവേദം. ഇതായിരുന്നു ഒഫീഷ്യൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. പ്രപഞ്ചത്തിന്റെ ഓർഡർ നിലനിർത്താനുള്ള വലിയ വലിയ യാഗങ്ങളുടെ ഒരു മാനുവലായിരുന്നു അത്. പക്ഷേ അതേസമയം തന്നെ സാധാരണക്കാരുടെ ഇടയിൽ മറ്റൊരു കോഡ് പോപ്പുലറായി വരുന്നുണ്ടായിരുന്നു. അതാണ് അഥർവവേദം. അതിൽ വലിയ യാഗങ്ങളൊന്നുമല്ല, പകരം അസുഖം മാറാനും പ്രണയം സഫലമാകാനും നിത്യജീവിതത്തിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കുമുള്ള മന്ത്രങ്ങളായിരുന്നു. കൂടുതൽ പേഴ്സണലും പ്രാക്ടിക്കലുമായിരുന്നു അത്. അപ്പോ ഈ രണ്ട് ചിന്താഗതികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വ്യക്തമായിട്ട് നോക്കാം. ഒരു സൈഡില് സ്വന്തം ഇച്ഛാശക്തിയാണ് വലുതെന്ന് വിശ്വസിച്ച അംഗിരസ് വംശം. അവരുടെ ഹീറോ ഇന്ദ്രൻ, അവരാരാധിച്ചത് ദേവന്മാരെ. മറുഭാഗത്ത് പ്രപഞ്ചത്തിന്റെ ഒരു ഓർഡറുണ്ട്, അതിനാണ് പ്രാധാന്യം എന്ന് വിശ്വസിച്ച ഭൃഗുവംശം. അവരുടെ ഹീറോ വരുണനായിരുന്നു. അവർ ആരാധിച്ചത് അസുരന്മാരെയും. ഒരു നിമിഷം, അസുരന്മാർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇന്ന് കരുതുന്ന വില്ലന്മാരല്ല കേട്ടോ. അന്നാ വാക്കിന് ശക്തർ അല്ലെങ്കിൽ പ്രഭുക്കന്മാർ എന്നൊക്കെയായിരുന്നു അർത്ഥം. അപ്പോൾ ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഒരു ക്ലാഷ്, അതൊരു ചെറിയ കാര്യമല്ലായിരുന്നു. പുരാതന ലോകത്തിന്റെ ആ മതപരമായ സോഴ്സ് കോഡിൽ തന്നെ ഒരു വലിയ പിളർപ്പുണ്ടാക്കാൻ മാത്രം ശക്തമായിരുന്നു അത്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് നോക്കൂ. തുടക്കം ഒന്നായിരുന്നു, ഒരേ വൈദിക സോഴ്സ്. പക്ഷേ അവിടെ വെച്ച് ഇന്ദ്രന്റെയും വരുണന്റെയും ആശയങ്ങൾ രണ്ടായി പിരിഞ്ഞു. ഒരു വഴി നേരെ ഇന്ത്യയിൽ തന്നെ തുടർന്നു, പക്ഷേ മറ്റേ വഴി പടിഞ്ഞാറോട്ട്, ഇന്നത്തെ പേർഷ്യൻ ഭാഗത്തേക്ക് നീങ്ങി.
അപ്പോ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു? ഇവിടെ ഇന്ദ്രന്റെ പാതയാണ് കൂടുതൽ പോപ്പുലറായത്. വരുണന്റെ ആശയങ്ങൾ പൂർണ്ണമായി ഇല്ലാതായില്ല. പകരം അത് വിഷ്ണു എന്ന ദേവന്റെ സങ്കല്പത്തിലേക്ക് ലയിച്ചു ചേർന്നു. പക്ഷേ വരുണന്റെ ആശയങ്ങളിൽ ഉറച്ചു വിശ്വസിച്ച ഒരു കൂട്ടരുണ്ടായിരുന്നു. അവർ പടിഞ്ഞാറോട്ട് യാത്ര തിരിച്ചു പേർഷ്യയിലേക്ക്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ പിളർപ്പിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഭാഷയിലുള്ള ഒരു തെളിവ്. വേദങ്ങളിൽ അസുരമേധസ് എന്നൊരു വാക്കുണ്ട്. അതിന്റെ അർത്ഥം ജ്ഞാനിയായ പ്രഭു എന്നാണ്. ഇനി പേർഷ്യയിലേക്ക് പോയവരുടെ വിശുദ്ധ ഗ്രന്ഥം അവസ്ഥ എടുത്തു നോക്കിയാൽ അവരുടെ ഏറ്റവും വലിയ ദൈവത്തിന്റെ പേരെന്താണെന്നറിയുമോ? അഹൂറ മസ്ദ. അതിന്റെ അർത്ഥവും ജ്ഞാനിയായ പ്രഭു എന്ന് തന്നെ. ഈ സാമ്യം വെറുമൊരു യാദൃശികതയല്ല. അതുകൊണ്ടും തീർന്നില്ല. ഇതാണ് ഏറ്റവും വലിയ തെളിവ്. ഒരു സ്മോക്കിംഗ് ഗൺ എന്ന് തന്നെ പറയാം. സൊറോസ്ട്രിയൻ ഗ്രന്ഥങ്ങളിൽ അഹുറ മസ്ദയ്ക്ക് 101 പേരുകളുമുണ്ട്. അതിൽ 44ാമത്തെ പേരെന്താണെന്നറിയാമോ? വരുണൻ. അതേ പേര് തന്നെ. ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? അപ്പോൾ ഒരു തുടക്കത്തിൽ നിന്ന് 2 വഴികളായി പിരിഞ്ഞു. ഈ ഒരു പുരാതന സംവാദം ലോകത്ത് ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേർഷ്യയില് സൊറോസ്റ്റർ എന്ന പ്രവാചകൻ ഈ പിളർപ്പിന് ഒരു ഔദ്യോഗിക രൂപം കൊടുത്തു. അദ്ദേഹം ഇന്ദ്രനെപ്പോലെയുള്ള ദേവന്മാരെയെല്ലാം തള്ളിക്കളഞ്ഞു. എന്നിട്ട് അഹുറ മസ്ദ എന്ന ഒരൊറ്റ ധാർമ്മികനായ ദൈവത്തെ മാത്രം ആരാധിക്കാൻ പഠിപ്പിച്ചു. ലോകത്തിലെ ആദ്യത്തെ പ്രധാന ഏകദൈവ മതങ്ങളിൽ ഒന്നായിട്ടാണിതിനെ കണക്കാക്കുന്നത്. അതായത് ആ ഒരൊറ്റ പിളർപ്പിൽ നിന്ന് 2 വ്യത്യസ്ത ആത്മീയ ലോകങ്ങളുണ്ടായി. പേർഷ്യൻ വഴിയില് ഒരൊറ്റ ദൈവമെന്ന ആശയത്തിന് പ്രാധാന്യം വന്നു. ഈ ചിന്തയാണ് പിന്നീട് വന്ന യഹൂദ, ക്രിസ്ത്യൻ, ഇസ്ലാം മതങ്ങളെയൊക്കെ സ്വാധീനിച്ചത്. എന്നാൽ ഇന്ത്യൻ വഴിയിലോ? ഇവിടെ വരുണനെപ്പോലുള്ള ആശയങ്ങളെ തങ്ങളുടെ വലിയ ദൈവങ്ങളുടെ കൂട്ടത്തിലേക്ക് അങ്ങ് ചേർത്തു. അതോടെ ഒരുപാട് ദൈവങ്ങൾ ഒരൊറ്റ പരമമായ സത്യത്തിന്റെ പല രൂപങ്ങളായി ഒരുമിച്ച് നിലനിൽക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ വളർന്നുവന്നു. അവ നോക്കൂ, ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിയ, ഇത്രയും വലിയ മതപരമായ പാരമ്പര്യങ്ങളുണ്ടാക്കിയ ഈ ഒരു പിളർപ്പ്, അതിന്റെ തുടക്കം വലിയ യുദ്ധങ്ങളോ സാമ്രാജ്യങ്ങളുടെ ഏറ്റുമുട്ടലോ ആയിരുന്നില്ല. അതൊരു വലിയ ചിന്തയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ലോകത്തെ മാറ്റിമറിച്ച് എത്രയെത്ര സംഭവങ്ങളുടെ തുടക്കം വാളും പടയുമല്ല, മറിച്ച് 2 ശക്തമായ ആശയങ്ങൾ തമ്മിലുള്ളൊരു സംവാദമായിരുന്നു. വ്യക്തിയുടെ ഇച്ഛാശക്തിയാണോ വലുത്, അതോ ഈ ലോകത്തിന്റെ നിയമങ്ങളും ക്രമങ്ങളുമാണോ വലുത് എന്ന ആ പുരാതന ചോദ്യം പല രൂപത്തിലും ഭാവത്തിലും ഇന്ന് നമ്മുടെ എല്ലാം ജീവിതത്തിൽ തുടരുന്നില്ലേ?